പാഠമായിട്ട് നീ കാണൂ എന്ന് എനിക്ക് തന്നെ സ്വയം തോന്നി. യെസ്, എനിക്ക് ഇനിയും ചെയ്യാൻ കുറേ ഉണ്ട്. സ്കിന്നിനെ കുറിച്ചോ ഹെയറിനെ കുറിച്ചോ മേക്കപ്പിനെ കുറിച്ചോ ഒന്നും അറിയാത്ത എനിക്കിന്ന് സ്കിൻ അനാട്ടമി പച്ചവെള്ളം പോലെ ഒരു ഡോക്ടർ പറയുന്നത് പോലെ പറയാനറിയാം, പഠിപ്പിച്ചു കൊടുക്കാനറിയാം. ഒരു ഡിഫക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് കറക്റ്റായിട്ട് ഇതുകൊണ്ടാണ് ഈ മേക്കപ്പിൽ ഈ ഡിഫക്റ്റ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു. ഒരു ഫേസിൻ്റെ ആംഗിൾ ഏതൊക്കെ തരത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് കഴിയുന്നുണ്ട്. ഇതെല്ലാം ഞാൻ സ്ട്രഗിൾ ചെയ്ത് പഠിച്ച കാര്യങ്ങളല്ലേ. ഇതൊരു നിമിഷത്തേക്ക് ഒരു മുഴം കയറി കളയേണ്ടതല്ല എന്ന് എനിക്ക് സ്വയം തോന്നി. അതായിരിക്കാം എന്നെ ബാക്കിലേക്ക് കൊണ്ടുവന്നത്. കുറേ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതെല്ലാം വെള്ളത്തിലേക്ക് ഒഴിച്ച് കളയുന്ന, കാണാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ ചെയ്തതൊക്കെ എവിടെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ചിഹ്നം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് ചെയ്ത്? നിങ്ങൾ എനിക്ക് എന്ത് ചെയ്ത്? നിങ്ങൾ എനിക്ക് എന്ത് ചെയ്ത് എന്ന് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ എൻ്റെ തലയിലൂടെ ഇങ്ങനെ വരിക, എൻ്റെ കാതിലൂടെ കേട്ട് എൻ്റെ ബ്രെയിനിന് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡാമേജ് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഗോ ടു ദുബായ്. അപ്പം എനിക്ക് എൻ്റെ ഒരു സങ്കടങ്ങളും എനിക്കുണ്ടായിട്ടുള്ള ഇൻസിഡൻറ്റുകളും ഞാൻ പറഞ്ഞ് കരയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഒരു ഹ്യൂമാനിറ്റി ആയിട്ടുള്ള ഒരാളാണെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അയാളൊരു ആശ്വാസവാക്ക് നമ്മളോട് പറയില്ലേ? അതെ, പറയില്ലേ? സാരമില്ല, എല്ലാം കഴിഞ്ഞില്ലേ, ഇപ്പം രക്ഷപ്പെട്ടില്ലേ. ഇങ്ങനൊരു വാക്ക് എനിക്ക് കിട്ടിയില്ല. ഐ ഷോക്ക്. ഓ മൈ ഗോഡ്, 1.5 മണിക്കൂറോളം ഞാൻ എൻ്റെ സങ്കടങ്ങൾ ഞാനിങ്ങനെ എസ്സേ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു കഥ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ ഇതിനിടയിൽ കരയുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഏങ്ങി എൻ്റെ സൗണ്ട് പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ വെരി കൂളായിട്ട് ഇരിക്കുന്നു. നോ ഫീലിംഗ്, നോ ഫീലിംഗ്. ഐ എക്സ്പെക്റ്റഡ് ഫ്രം ഹിം സംതിങ്. എന്തിനാ സങ്കടപ്പെടുന്ന? ഇപ്പം നിങ്ങൾ ആരാ? ഇതൊക്കെ കഴിഞ്ഞില്ലേ, അതൊക്കെ മായ്ച്ചു കളഞ്ഞേക്ക് എന്നൊരു വാക്ക് നമ്മൾ പ്രതീക്ഷിക്കുകയില്ലേ? തീർച്ചയായിട്ടും ഇല്ലേ? അതില്ലാതെ വന്ന ആ ഒരു സമയത്ത് ഞാൻ ഫീൽ ചെയ്ത് ദിസ് ഇസ് നോട്ട് റിയൽ ലവ്, സംതിങ് ഹി വാണ്ട് ഫ്രം മീ, മൈ സൈഡ്. യെസ്, അതായിരുന്നു റിയാലിറ്റി. അതൊരു മനുഷ്യനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും, നമ്മളത് പറയുമ്പോൾ പോലും ഒരു റിയാക്ഷൻ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കെ. സോറി. അല്ല, ഒരു മൃഗത്തിന് പോലും തോന്നും ആ സമയത്ത്, നമ്മൾ വളർത്തുന്ന ഒരു മൃഗത്തിന് പോലും. ഇവനിപ്പോൾ എൻ്റെ കൂസി, ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ പതുങ്ങിക്കിടക്കും, ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കും, യുനോ. അപ്പോൾ നമുക്കല്ലേ മാറി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ മനുഷ്യർക്കല്ലേ കഴിയുന്നത്. ആ ഒരു മനുഷ്യർക്ക് പോലും അങ്ങനെ തോന്നിയില്ല എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് എൻ്റെ ആ ഒരു മൂഡൊന്ന് മാറ്റാനോ പറ്റാത്ത ഒരു സൗഹൃദത്തെ ഹൗ കൺ ബിലീവ്? എനിക്കറിയില്ല, എനിക്കത് ബിലീവ് ചെയ്യാൻ കഴിയുന്നില്ല. അത് ഇപ്പോഴും ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ അതിങ്ങനെ തെകിട്ടി വരും ചില സന്ദർഭങ്ങൾ. ചില സന്ദർഭങ്ങളിൽ എൻ്റെ വണ്ടി കൈവിട്ട് പോയിട്ടുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എനിക്കിതിങ്ങനെ ഓർമ്മയിൽ വരും, കൈവിട്ട് പോകുന്നത് പോലെ തോന്നും. ഞാൻ പിടിക്കും, എന്നെ തിരിച്ച് പിടിക്കും. രഞ്ജു, ഞാൻ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി, രഞ്ജു തിരിച്ച് വാ വാ വാ, നോ 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 നോ, ഞാൻ കൂളാവും, ഒരു പാട്ടൊക്കെ പാടി പോകും. പക്ഷേ വീണ്ടും ഒരു 5-10 കിലോമീറ്റർ പോകുമ്പോൾ ഞാൻ വീണ്ടും ഇത് ഓർക്കും. അപ്പോഴും എൻ്റെ കൈവിട്ട് വണ്ടി പോകും. അപ്പം ഞാൻ ആലോചിക്കും, ഈശ്വര, എന്നാലും ഒരു മനുഷ്യന് എങ്ങനെ കഴിയുന്നു?